പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എന്ന അത്യന്തം ഗുരുതരമാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം. ഉമ്മൻചാണ്ടിയെയും മറ്റും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. താൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനെ അടക്കം സമ്മർദ്ദത്തിന് അടിപ്പെടുത്തിയത്. അഴിമതിക്കാരായ സഹപ്രവർത്തകർക്ക് വേണ്ടി എന്തിനാണ് ഇദ്ദേഹം വീറോടെ വാദിച്ചതെന്ന് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ഔദ്യോഗിക വസതി സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ച ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിനും ബാധ്യതയായി മാറിയ സാഹചര്യത്തിൽ ഇതുപോലൊരാളെ തെരഞ്ഞെടുപ്പിൽ കെട്ടി അവതരിപ്പിക്കുന്നത് കേരളത്തോടും കേരളത്തിൻ്റെ സംസ്കാരത്തോടും കാട്ടുന്ന വെല്ലുവിളിയാണ്. ഉമ്മൻചാണ്ടിയെ കൂടാതെ മന്ത്രിമാരായ അടൂർ പ്രകാശ്, AP അനിൽകുമാർ, മുൻ കേന്ദ്രമന്ത്രിമാരായ KC വേണുഗോപാൽ, പളനി മാണിക്യം, കോൺഗ്രസ് MLA-മാരായ IB ഈഡൻ, PC വിഷ്ണുനാഥ്, AP അബ്ദുള്ളക്കുട്ടി, കേരള കോൺഗ്രസ് MLA മോൻസ് ജോസഫ്, MP ജോസ്, K മാണി തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ വച്ച് പീഡിപ്പിച്ചതായി സ്ഥലവും തീയതിയും സമയവും സാഹചര്യവുമൊക്കെ വ്യക്തമാക്കിയാണ് സരിത കത്തിൽ പറഞ്ഞിട്ടുള്ളത്. പൊതുപ്രവർത്തകരുടെ മുഖം മൂടി അണിഞ്ഞ് വൃത്തികേടുകൾ മാത്രം കാട്ടിയ ഇവർ കേരളത്തിൻ്റെ പൊതുജീവിതം മലീമസമാക്കിയിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ ഇക്കൂട്ടർക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? കേരളത്തെ നേരത്തെ ഈ കത്തിലെ വിവരങ്ങൾ ചോർന്ന് മാധ്യമങ്ങളിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി പറയുന്ന ഈ വക കാര്യങ്ങൾ ശരിയാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്നാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെയും മറ്റും കയ്യിലിരിപ്പ് കൊണ്ട് എൻ്റെ പ്രാർത്ഥന ഫലിച്ചില്ല. എന്ത് കാര്യത്തിലും മനസാക്ഷിയെ കൂട്ടുപിടിക്കുന്ന ഉമ്മൻചാണ്ടി ഇക്കാര്യത്തിലും അങ്ങനെയാണോ? നേരത്തെ കത്ത് സംബന്ധിച്ച വിവാദം കൊടുപ്പിനി കൊണ്ടപ്പോൾ ഞാനെല്ലാം തുറന്നു പറഞ്ഞാൽ കേരളം താങ്ങില്ലെന്ന് സരിത പറഞ്ഞതിൻ്റെ പൊരുളും ഇപ്പോഴാണ് മനസ്സിലായത്. പീഡനത്തിൻ്റെ ഓഡിയോ വീഡിയോ തെളിവുകളും തൻ്റെ പക്കൽ ഉണ്ടെന്നാണ് സരിത പറഞ്ഞിരിക്കുന്നത്. ഇനി അതുകൂടി കേരളം കാണാനും കേൾക്കാനും ദയവ് ചെയ്ത് ഉമ്മൻചാണ്ടി ഇടവരുത്തരുത്. ജീവിത മാർഗം തേടി സമീപിച്ച ഒരു സ്ത്രീയെ ഇങ്ങനെ കശക്കിയെറിയാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടിയോടും മറ്റുമുള്ള നിലപാട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ കേരളത്തിലെ സ്ത്രീ സമൂഹം തയ്യാറാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രസ്താവനകൾ പരസ്പര വിരുദ്ധമായി നടത്തിയ ഒരാളാണ്. ആ തരത്തിൽ പറയുന്ന ഒരാളെ എത്രമാത്രം വിശ്വാസത്തിലെടുക്കാൻ നമുക്ക് കഴിയും? അതേപ്പറ്റി അവിശ്വസിക്കേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ലാതെ അതിൻ്റെ വീഡിയോ ഓഡിയോ റിപ്പോർട്ടുകൾ
അടക്കം തൻ്റെ കയ്യിലുണ്ട് എന്ന് സംശയാലുക്കളായ ആളുകളോട് സരിത ഇപ്പോഴേ തന്നെ പറഞ്ഞു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സംശയാലുക്കളായിട്ടുള്ള ആളുകൾ വിഷമിക്കാതെ നിവൃത്തിയില്ല സുഹൃത്തെ. ഈ ജയിലിൽ നിന്ന് എഴുതിയ കത്തായതുകൊണ്ട് തന്നെ ഇതിന് വിശ്വാസ്യത വർദ്ധിക്കുകയും എങ്ങനെയാണ് തന്നെ ജനം പറയുന്ന ഒരു കാര്യം സരിതയുടെ വാക്ക് വിശ്വസിച്ച് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണോ കാര്യങ്ങൾ? കാരണം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഇതൊരു ആദ്യ കേസല്ല. ഉമ്മൻചാണ്ടിയെ ഒരിക്കൽ ട്രെയിനിൽ വെച്ച് തന്നെ ഇത്തരം ആരോപണവുമായി പിടിക്കപ്പെട്ടതാണ്. എന്നിട്ട് സ്വന്തം ഭാര്യയെ വീട്ടിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെയാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടയാളാണ്. ആര്? ഉമ്മൻചാണ്ടി. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഈ ആക്ഷേപം അവിശ്വസിക്കേണ്ടതല്ല. ഇതിൽ ഈ നിയമപ്രകാരം ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ FIR ഇടണം. അത് കഴിഞ്ഞ അന്വേഷണത്തിന് ശേഷം അറസ്റ്റോ മറ്റോ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം പോലീസിന് കിട്ടിയാൽ FIR ഇടുന്നതാണ്. അത്തരമൊരു നടപടിയിലേക്ക് കേരള പോലീസ് തയ്യാറായിട്ടില്ല. PS പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് FIR ഇടേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും ഇതേ സംബന്ധിച്ച് FIR ഇട്ട് അവരെ കേസിൽ കുടുക്കി അവരെ തെളിയിക്കാൻ തക്ക വിധത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയാണ്. താൻ നീതിപൂർവകമാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, തന്നെ അവഹേളിക്കാനാണ് ഈ സ്ത്രീ തുനിയുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ് മിസ്റ്റർ ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് ഉമ്മൻചാണ്ടി ജയിലിൽ പോകാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങളും. അത് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ആളുകൾ, വിശേഷിച്ച് ഉദ്യോഗസ്ഥന്മാർ കണ്ടേക്കാനിടയുണ്ട്. പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ നിയമം മുഖ്യമന്ത്രിയെന്നോ അല്ലാത്തവനെന്നോ ഉള്ള തരത്തിലുള്ള വ്യത്യാസം നിയമം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവർക്കെതിരായി നടപടിയെടുക്കാൻ ധൈര്യമായി മിസ്റ്റർ ഉമ്മൻചാണ്ടി തയ്യാറാകേണ്ടതാണ്. അത് തങ്കച്ചൻ്റെ ഒരു ആത്മവിശ്വാസം. പൊതുജനങ്ങൾ വിഡ്ഢികളാണ്. ഇതൊന്നും തന്നെ വിശദീകരണം കൊണ്ട്, കോൺഗ്രസിൻ്റെയും അനുയായികളുടെയും കോൺഗ്രസ് പത്രങ്ങളുടെയും എല്ലാം തന്നെ വിശദീകരണം കൊണ്ട് ആളുകളെ ഇതെല്ലാം വിശ്വസിപ്പിക്കാൻ തക്ക വിധത്തിൽ അതിസമർത്ഥമായ വിശദീകരണം നടത്താൻ യോഗ്യരാണ് തങ്ങളെന്നുള്ള അഹംഭാവം കൊണ്ടാണ് തങ്കച്ചൻ ഇതെല്ലാം തട്ടിവിട്ടിരിക്കുന്നത്. പൊതുജനങ്ങൾ ഇത്തരം അനുകൂല പ്രചാരകന്മാരുടെ കൂടെ അല്ല. നേതാക്കന്മാരും അനുകൂല പ്രചാരകന്മാരുമെല്ലാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ ആദ്യം ഇതേപോലുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരുമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിക്കുന്ന ഒരു ആരോപണമുണ്ടല്ലോ. ഇതേ ആരോപണം നേരിട്ട ആളാണ് അങ്ങയുടെ മുന്നണിയിലെ ഒരു MLA ആയ ജോസ് തെറ്റേ. അദ്ദേഹം വീണ്ടും ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രാഥമിക പട്ടികയിലുണ്ട്. അദ്ദേഹത്തെ വീണ്ടും മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എന്താണ് ഈ കാര്യത്തിൽ അത് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോന്നിൻ്റെയും തെളിവുകൾ പുറത്തു വന്നതിന് ശേഷമല്ലാതെ അത് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ 2-3 ദിവസമായി മന്ത്രി കെ ബാബു VS-നെ വളരെയധികം പൊക്കിയാണ് സംസാരിക്കുന്നത്. VS-നെതിരെ സംസാരിച്ച ഒരാളാണ് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് എം സ്വരാജ്. അപ്പോൾ VS-നെ ജനം ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ എം സ്വരാജിന് വോട്ട് കൊടുക്കില്ല എന്നാണ് ബാബു പറയുന്നത്. VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം ബാബു അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും. അതങ്ങനെയാണോ VS? അല്ല, ഞാൻ അഴിമതിക്കെതിരായി
നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം ഒരു തരത്തിലും ചാഞ്ചാടുന്നതോ ഒരു തരത്തിലും കീഴ്പ്പെടുന്നതോ ആയിട്ടുള്ളത് ആർക്കും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള എൻ്റെ പോരാട്ടം അഴിമതിക്കാരാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരായിട്ട് കോടതിയിൽ തന്നെ സുപ്രീം കോടതി വരെ പോയി അഴിമതിക്കാരെ ശിക്ഷിപ്പിച്ചിട്ടുള്ള ഒരാളെന്നുള്ള അടിസ്ഥാനത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നയാളായി എന്നെപ്പറ്റി ആരും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ അല്ലെങ്കിൽ ധാരണ വച്ച് പുലർത്താൻ ഇടയാകുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് സാധ്യത സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിന് പല സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. അവരുടെയെല്ലാം പരാജയ സാധ്യതകളെ സംബന്ധിച്ച് ചർച്ചാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ശരിയല്ല. ഇത്തരം ഘട്ടങ്ങളിൽ സഖാവ് VS-ന്റെ പേര് UDF ദുരുപയോഗം ചെയ്യുകയാണ്. അപ്പോൾ ബാബു തന്നെ അങ്ങയുടെ പേര് സഖാവ് VS-ന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്വരാജിനെതിരെ വോട്ട് ക്യാൻവാസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവർ UDF-ന്റെ ഒരു അജണ്ടയൊക്കെ തരംതാണ രാഷ്ട്രീയ തർക്കമില്ല. UDF-ന്റെ തരംതാണ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണത്. ഒരു പ്രശ്നവുമില്ല. അല്ല, ഈ UDF-ന് കൃത്യമായ നേതാക്കളില്ലാത്തതുകൊണ്ടാണോ LDF നേതാവായ VS-ന് ഉയർത്തിക്കാട്ടുന്നത്? UDF-നെ ആകെ കുഴയ്ക്കുന്ന തരത്തിലുള്ളതാണല്ലോ അവരുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് AICC-യിൽ അഖിലേന്ത്യാ നേതാക്കന്മാരെ കീഴ്പ്പെടുത്താൻ വേണ്ടി നടത്തിയ ഭീഷണിയും അവസാനം സുധീരന് ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടി വന്നത്. അത്തരത്തിലുള്ള ഭീഷണി മൂലം തൻ്റെ നിരുത്തരവാദിത്വവും ഹീനമായ മറ്റു പ്രവൃത്തികളെയും എല്ലാം തന്നെ ന്യായീകരിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന വിദ്വാനാണ് ഉമ്മൻചാണ്ടി. അപ്പോഴതുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭീഷണിക്ക് വിധേയമായി ആരെങ്കിലും എന്തെങ്കിലും ഒരു നിലപാടെടുത്താൽ അത് ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചുള്ളത് ഗണേഷ് കുമാറിൻ്റെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം തന്നെ നോക്കിയിട്ട് ജനങ്ങൾ അത് സംബന്ധിച്ചൊരു നിലപാടെടുത്തു. ഈ സഭപോലെ തന്നെ TN പ്രതാപൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുതിർന്ന നേതാക്കളായ VS അടക്കമുള്ളവർ അത് കണ്ട് പഠിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. സുധീരൻ പറഞ്ഞിരുന്നത് TN പ്രതാപൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ VS അടക്കമുള്ളവർ TN പ്രതാപന് മാതൃകയാക്കണമെന്ന് സുധീരൻ പറഞ്ഞിരുന്നു. സുധീരന്റെ ഒരു ആദർശം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ അങ്ങോട്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അല്ല, ഇതേ പ്രതാപൻ VS-ന്റെ പേര് പറഞ്ഞ പ്രതാപൻ സ്ഥാനാർത്ഥി സീറ്റിന് വേണ്ടി രഹസ്യമായി ഹൈക്കമാൻഡിന് കത്തയച്ചത് പറഞ്ഞു വന്നു, രാഹുൽ ഗാന്ധി കത്തയച്ചത്. അപ്പോൾ ഈ ഒരു കാപട്യത്തെ എങ്ങനെയാണ് VS കാണുന്നത്? അതെല്ലാം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഉമ്മൻചാണ്ടി അടക്കമുള്ള ഹൈക്കമാൻഡിൻ്റെ നിലപാടിനെ ഭീഷണിയുടെ കീഴ്പ്പെട്ട് കഴിഞ്ഞപ്പോൾ സുധീരൻ്റെ ആ ധീരതയൊക്കെ എന്നേക്കുമായി പൊളിഞ്ഞു പോയിരിക്കുക. ഏത് വെസ്റ്റ് ബംഗാളിലോ? അതെ, അത് ഓരോ സ്ഥലത്തെയും പ്രത്യേക സ്ഥിതിഗതികൾ നോക്കിയിട്ട് പശ്ചിമ ബംഗാളിൽ ഒരു നിലപാടും അതേസമയം തന്നെ കേരളത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കാൻ തക്ക വിധത്തിലുള്ള സമയം പക്വമായിരിക്കുന്നു എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ CPIM-നെ കേരളത്തിൽ
ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു മുന്നണിയും, അതേപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ സീറ്റുകളെ സംബന്ധിച്ചുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുന്നണി അല്ലാതെയുള്ള സമീപനവും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രായോഗികതയെ സംബന്ധിച്ച് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും. നമ്മളതിനിവിടെ വല്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രിക്കെതിരായ സരിതയുടെ ആരോപണങ്ങൾ വിവാദ കത്ത് പുറത്തുവന്ന സാഹചര്യത്തിലാണ് VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിച്ചത്.